കർക്കിടകം, ചിങ്ങം, കന്നി എന്നിങ്ങനെ 3 രാശികൾക്ക് 22-ാം തീയതി മുതൽക്ക് 28-ാം തീയതി വരെയുള്ള ഫലം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഇപ്പോൾ കർക്കിടകം രാശിക്ക് 22-ാം തീയതിക്കും 28-ാം തീയതിക്കും ഇടയ്ക്ക് വളരെയധികം നല്ല ഫലങ്ങൾ, അതായത് സാമ്പത്തികപരമായ രീതിയിലൊക്കെ ഒരല്പം മുന്നേറ്റങ്ങളൊക്കെ കാണുന്ന ഒരു സമയം തന്നെയാണ്. അതായത് സ്വയം ഒരു തിരിച്ചറിവ് വന്നെത്തുന്ന ഒരു കാലം. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നേരത്തെ പ്രവർത്തിച്ചിരുന്നത്, അതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, ദോഷങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ പൊതുവെ ചിന്തിക്കും. ചിന്തിച്ചിട്ട് സ്വയം പര്യാപ്തമായ രീതിയിൽ അവരവർക്കുള്ള കഴിവുകളെ പോഷിപ്പിച്ചുകൊണ്ട് തന്നെ നല്ല രീതിക്ക് പ്രവർത്തനം കാഴ്ചവെച്ച് സാമ്പത്തികപരമായ രീതിയിൽ ഒരു മുന്നേറ്റത്തിന് വളരെയധികം നല്ല രീതിയിൽ പരിശ്രമിക്കുകയും അത് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയമാണ്. വീടിൻ്റെതായ ചിന്താഗതികളൊക്കെ തന്നെ വളരെയധികം സന്തോഷകരമായി പോകുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കും. കാരണം സ്വയം ചിന്തകളിലുള്ള മാറ്റങ്ങൾ നിങ്ങളിലേക്ക് നല്ല വഴിയും മാറ്റങ്ങളും തരും. കാര്യം ജന്മത്തിലിരിക്കുന്ന വ്യാഴത്തിൻ്റെതായ പ്രഭാവം നിങ്ങളിലേക്ക് ഉണ്ടാകും. സ്വയം ഉപദേശിക്കുന്ന സ്വഭാവമായിരിക്കും. അതായത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ചിന്തകളെന്തോ അതായിരിക്കും നിങ്ങൾക്ക് പ്രാപ്തമായി വരിക എന്ന ഉള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കുകയും സ്വയം പര്യാപ്തമായി മാറുകയും ചെയ്യുന്ന ഒരു സമയമാണ്. 100% അത് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. ശനീശ്വരൻ 9-ാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മികച്ച രീതിയിലുള്ള ഒരു പ്രസൻസ് തൊഴിൽ ഇടങ്ങളിൽ ലഭിക്കും. ഇതുവരെ ചില കാര്യങ്ങളൊരു ഡിലേ, അംഗീകാരമൊക്കെ ലഭിക്കാതിരുന്ന സാന്നിധ്യമൊക്കെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മേലധികാരികളൊക്കെ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തെ ഇവിടെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അനുകൂലമായ മനോഭാവത്തോടു കൂടി വേണം ഇടപെടാനായിട്ട്. മുൻദേഷ്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ഇടപെട്ട് പ്രവർത്തിക്കാനായിട്ട്. അത് നിങ്ങളിലുള്ള ആ ഒരു അപ്രതീക്ഷനൊക്കെ കിട്ടാനുള്ള സാഹചര്യവും തൊഴിൽപരമായ രീതിയിൽ ഒരു ഉയർച്ചയ്ക്കൊക്കെയുള്ള മാർഗങ്ങൾ തെളിയുകയും ചെയ്യും. മികച്ച രീതിയിൽ തൊഴിൽപരമായ രീതിയിൽ മുന്നിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങളായിരിക്കും വരിക. അതായത് ജോലിയോട് നല്ല ഒരു ആത്മാർത്ഥത പുലർത്തി പോകുന്ന ഒരു സമയമായിരിക്കും 22-ാം തീയതിക്ക് ശേഷം. സ്വന്തമായി ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ആ തൊഴിലിനെ എങ്ങനെ മികച്ച രീതിയിൽ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുമെന്ന ഒരു പരിശ്രമമൊക്കെ നടത്തും. അതുകൊണ്ട് ഇവിടെ കലാപരമായ സൃഷ്ടികളിലൂടെ ഒക്കെ സഞ്ചരിക്കുന്ന ആൾക്കാർ ധാരാളം പേരുണ്ടായിരിക്കും. അവരൊക്കെ തന്നെ എങ്ങനെ തൻ്റെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ച് മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയും, അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയുമെന്ന ഒരു ചിന്താഗതിയൊക്കെ കൊണ്ടുവന്ന് അതിലൂടെ നല്ല മാർഗങ്ങൾ നേടാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു സമയമായിരിക്കും 22-ാം തീയതിയും 28-ാം തീയതിക്കും ഇടയ്ക്കുള്ള ആ ഒരു സമയങ്ങളിൽ. വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ ഒരു അലസതയൊക്കെ കാണിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും. അത് ഈ സമയത്ത് ഒരല്പം അലസത നമ്മൾ കാട്ടി തുടങ്ങിയാൽ പിന്നീട് അതിൻ്റെതായ വരും വരായികൾ, അതായത് ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നും കൂടി മനസ്സിലാക്കണം. എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഉറച്ച തീരുമാനങ്ങളായി ഇരിക്കണമെന്ന് ഈ ഒരു കാലഘട്ടം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ചിങ്ങം രാശിക്കാർക്ക് ലഗ്നത്തിൽ തന്നെ, അതായത് രാശിക്കുള്ളിൽ തന്നെ കേതു സ്ഥിതി ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധ വേണം. അത് ഈ ഒരു സമയത്ത് ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധ വേണം. അതായത് എന്തെങ്കിലുമൊക്കെ ചികിത്സകളുമായി ബന്ധപ്പെട്ട രോഗം ഒക്കെ വെച്ചിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോകാതിരിക്കുകയാണെങ്കിൽ അത് പാടുള്ളതല്ല. എന്തായാലും ഡോക്ടറൊക്കെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ രീതിക്ക് കാര്യങ്ങളൊക്കെ നോക്കണം. അതുപോലെ സ്കിൻ സംബന്ധപ്പെട്ട ഡിസീസൊക്കെ വരുന്ന സാഹചര്യമുണ്ട്. നേരത്തെ വന്നത് ഒരല്പം കൂടി കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു സമയമൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ തന്നെ ഡോക്ടറെയൊക്കെ കൊണ്ട് കാട്ടി അതിൻ്റേതായ രീതിക്ക് മരുന്നൊക്കെ വാങ്ങി കഴിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തണം. എങ്കിൽ മാത്രമായിരിക്കും നമുക്കൊരു നല്ല ഫലത്തെ ലഭിക്കുക. ഈ 22-ാം തീയതി 28-ാം തീയതിക്കും ഇടയ്ക്ക് സ്കിൻ സംബന്ധപ്പെട്ട ഡിസീസ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. വ്യാഴം 12-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഭൂമി സംബന്ധപ്പെട്ട ഇടപാടുകളുമായി മുന്നിലേക്ക് പോകാവുന്ന ഒരു സമയമാണ്. അതുപോലെ മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള പണം ഇടപാടുകളൊന്നും നടത്താൻ ഇപ്പോൾ പുറപ്പെട്ടു പോകരുത്. അതായത് സമ്പത്തുപരമായ രീതിയിൽ അല്പം മുന്നിലേക്ക് നിൽക്കുന്നവർ ഭൂമി സംബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ രീതിയിൽ അത്തരം പ്രോസസ്സുകൾക്കൊന്നും പോകരുത് 22-നും 28-നും ഇടയ്ക്ക്. മറ്റൊരു കാര്യം പറയാണെന്ന് വെച്ചാൽ ചൊവ്വയുടേതായ ഒരു പ്രഭാവം ഇപ്പോൾ പലയിടങ്ങളിലും നമുക്ക് ബുദ്ധിമുട്ടാണ്. 46 ദിവസം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ ആഴ്ച മുതൽക്ക് തന്നെ നമ്മളൊരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. വൻകിട ഇടപാടുകൾക്കൊന്നും പോകാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. കയ്യിലിരിക്കുന്ന കാശ് അങ്ങോട്ടേക്ക് കൊടുത്താൽ പിന്നീട് തിരിച്ചു ലഭിക്കാത്ത സാഹചര്യം ഇവിടെ വരും. അതുകൊണ്ടാണ് ഈ ഒരു ഓർമ്മപ്പെടുത്തൽ നിങ്ങൾക്ക് നൽകിയത്. പണം എവിടെയെങ്കിലുമൊക്കെ നിക്ഷേപിക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല രീതിക്ക് എന്തെങ്കിലും കുറേ അല്പം പലിശയ്ക്ക് കൊടുക്കുക എന്നുള്ള രീതികളിലൊക്കെ ആൾക്കാരൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത്തരം പ്രോസസ്സുകൾ കൊണ്ട് പണമൊക്കെ സംരംഭങ്ങളൊക്കെ നടത്തുമ്പോൾ നല്ല ഉപദേശങ്ങളൊക്കെ തേടിയിട്ട് വേണം. അതുപോലെ ട്രേഡിംഗ് പോലുള്ള സംഭവങ്ങൾക്ക് കാശൊക്കെ മുടക്കുന്ന സമയത്ത് അറിവും ബോധവും ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അത് ചെയ്യാനായിട്ട് പ്രാപ്തമാകുക. കാരണം ജൂൺ ജൂലൈ മാസം എന്തായാലും ട്രേഡിംഗ് സംബന്ധപ്പെട്ട ആൾക്കാർക്ക് അനുകൂലം അല്ല എന്നുള്ളതാണ് 100% സത്യം. അതുകൊണ്ട് പണം നിക്ഷേപിക്കുന്ന കാര്യത്തിൽ വളരെ ജാഗ്രത വേണം. നമുക്കതിനെക്കുറിച്ച് അറിവില്ല എങ്കിൽ അറിവുള്ള വ്യക്തികളോട് ചോദിച്ച് മനസ്സിലാക്കി വേണം അത്തരം പ്രോസസ്സുകളൊക്കെ ചെയ്യാനായിട്ട്.
അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവരുടേതായ ഉത്തരവാദിത്തങ്ങളും ചുമതലകളൊക്കെ നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങൾ അത് അറിഞ്ഞ് ചിന്തിച്ച് അതിലേക്ക് ഇടപെടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ബോധപൂർവം നമ്മൾ അറിഞ്ഞ് ചിന്തിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മളോട് പിണങ്ങിയിരിക്കുന്നവർ പോലും നമുക്ക് അനുകൂലമായി വന്ന് നമുക്ക് നല്ലതൊക്കെ പറയുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ സ്വന്തമായ തൊഴിലോ, ബിസിനസ്സോ, കച്ചവടമോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വളരെയധികം നല്ല ഫലങ്ങളാണ്. വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് 22-ാം തീയതിക്ക് ശേഷം വരും. എന്നാലും മുൻ ദേഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ഒഴിവാക്കണം. അതായത് നിങ്ങൾക്ക് ഒപ്പം ഒരാൾ ജോലി ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും നിങ്ങളുടേതായ സ്വഭാവം അനുസരിച്ച് നിങ്ങൾ പറയേണ്ടത് പറയും. അത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അത്തരം പ്രോസസ്സുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചാല് ഈ തൊഴിൽപരമായ ഇടങ്ങളിലൊക്കെ സ്വന്തം തൊഴിൽ ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് അത്യുന്നതമായ ഒരു ഉയർച്ച വന്നെത്തും. വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്ന ഹയർ സ്റ്റഡീസിനൊക്കെ പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഒരു കാലം അനുകൂലം തന്നെയാണ്. അതുപോലെ ഇനി വരുന്ന സമയത്തുള്ള ഇതൊക്കെ, അതായത് നീറ്റ് പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്നവർക്കൊക്കെയും വളരെയധികം വിജയമാണ് ഇവിടെ പ്രാപ്തമാകുന്നത്. അതുകൊണ്ട് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് മുന്നിലേക്ക് പോകാവുന്ന ഒരു കാലഘട്ടം 22-ാം തീയതിക്ക് 28-ാം തീയതിക്ക് ഒന്നല്ല, 22-ാം തീയതിക്ക് ശേഷം ആക്ടിവേറ്റ് ആവുകയാണ്. അത് ഗുണകരമായ രീതിയിൽ പ്രോസസ്സ് ചെയ്താൽ വളരെ നല്ല ഫലം നിങ്ങൾക്ക് ഉണ്ടാവും. ചിങ്ങം രാശിക്ക് കന്നി കന്നി രാശിക്കാർ 22-ാം തീയതിക്കും 28-ാം തീയതിക്കും ഇടയ്ക്കുള്ള കാലഘട്ടം, അതായത് ഈ ജൂൺ മാസം 22-നും 28-നും ഇടയ്ക്കുള്ള കാലഘട്ടങ്ങൾ ഒരല്പം പല വിധത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ഇടപെട്ട് ചാടി പുറപ്പെട്ടൊക്കെ ഇറങ്ങി ഓടിച്ചാടി നടക്കുന്ന ചില വ്യക്തികളൊക്കെ ഉണ്ടാകും. എന്നിട്ടും പല കാര്യങ്ങളും നടക്കാതിരുന്ന ഒരല്പം ശ്രദ്ധയോടുകൂടി സ്വന്തം ശരീരത്തിന് മനസ്സിനും സ്ട്രെസ് കൊടുക്കാതെ ഒരല്പം ആശ്വാസത്തിനായിട്ട് ഒരല്പം റെസ്റ്റ് എടുക്കുന്നത് നന്നായിരിക്കും. ഈ ഒരു കാലഘട്ടം വളരെ ഗുണകരമായി മുന്നിലേക്ക് പോകാനായിട്ട് കഴിയുമെന്നുള്ളതിൻ്റെ മുൻ സൂചനയാണ്. സർപ്പം 6-ാം ഭാവത്തിൽ, അതായത് രാഹു 6-ാം ഭാവത്തിൽ സഞ്ചാരം നടത്തുന്ന കാലഘട്ടം കൂടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ പുതിയ പുതിയ ചിന്തകൾ, ക്രിയേറ്റിവിറ്റികളൊക്കെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് തൊഴിൽപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എനിക്കറിയുന്ന തൊഴിലൊക്കെ ചെയ്താൽ മുന്നിലേക്ക് വരാൻ കഴിയുമോ എന്ന ചിന്താഗതിയൊക്കെ പ്രാപ്തമാകും. അത് ഒരു പരിധിവരെ നിങ്ങൾക്ക് നല്ല വിജയത്തിലുള്ള മാർഗത്തെ കാട്ടിത്തരും. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ ഡോക്യുമെന്റേഷൻ സംബന്ധപ്പെട്ട കാര്യം എന്തെങ്കിലുമൊക്കെ സൈൻ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, അപ്പോൾ കൂട്ടുത്തരവാദിത്വത്തോടുകൂടി തന്നെ ലോണൊക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ജാഗ്രതാപൂർവ്വം വേണം അത് ചെയ്യാനായിട്ട്. മറ്റൊരാൾക്ക് അത് അടയ്ക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. പിന്നീട് അതിൻ്റേതായ ബാധ്യതകളും ചുമതലകളും നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടും വരും. അതുകൊണ്ട് ഡോക്യുമെന്റ്സ് സംബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യുമ്പോൾ അതിലുള്ള നൂലാമാലകളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അത്തരം പ്രോസസ്സുകളിലൊക്കെ ഒപ്പുവയ്ക്കാനായിട്ട്. അച്ഛനമ്മമാരോടൊന്നും വാക്ക് തർക്കങ്ങൾക്കൊന്നും പോകാതിരിക്കുന്നത് നന്നായിരിക്കും. കാരണം സമാധാനപരമായ ഒരു അന്തരീക്ഷം കുടുംബത്തിലേക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ അവിടെ അവരുടേതായ മാനസികമായ സന്തോഷവും ഐക്യവും നിങ്ങൾക്ക് ഗുണകരമായ പ്രാർത്ഥനകളായിട്ട് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമായിരിക്കും. അതുകൊണ്ട് അച്ഛനമ്മമാരോട് തർക്കത്തിനോ വഴക്കിനോ ഒന്നും പോകാതിരിക്കുന്നത് നന്നായിരിക്കും. ശനി ഭഗവാന്റേതായ സ്ഥിതി 7-ാം ഭാവത്തിലേക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരിശ്രമങ്ങളൊക്കെ അല്പം കൂടുന്ന ഒരു സമയമാണ്. തൊഴിൽപരമായ രീതിയിൽ ഒരല്പം കൂടി എഫർട്ട് കൊടുത്ത് ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഈ സമയം മുതൽ ആ ഒരു പ്രോസസ്സ്, അതായത് അധ്വാനഭാരം കൂടുതലായാലും ശരി, പ്രശ്നമൊന്നുമില്ല. എനിക്ക് മുന്നിലേക്ക് പോയേ പറ്റൂ എന്ന ചിന്താഗതി അവിടെ കൊടുത്താൽ ഭാവിയിൽ അത് വലിയ രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും കന്നിരാശിക്കാർക്ക് മുൻകാലങ്ങളിൽ, അതായത് കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തിനിടയ്ക്ക് കിട്ടിയ ചില അനുഭവങ്ങളൊക്കെ ഉണ്ട് പാഠങ്ങളായിട്ട്. അതിനെ ബേസ് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്നും പുതിയ പുതിയ പാഠങ്ങളിലേക്ക് നിങ്ങൾ തുടക്കം കുറിക്കേണ്ടതായിട്ടിരിക്കുന്നു. അല്ല വീണ്ടും പഴയപടിയുള്ള ആ ഒരു രീതിയിലേക്ക് സഞ്ചാരം നടത്താൻ, എല്ലാവരും വിശ്വസിച്ചുകൊണ്ട് ഒരു സഞ്ചാരം നടത്താനാണ് ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിഴവുകൾ സംഭവിക്കും 100%. അതിൽ നിന്നും പിന്നീട് കരകയറാനും ബുദ്ധിമുട്ടായിരിക്കുമെന്നുള്ള സൂചനകളും ഈ തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് നൽകുകയാണ്. പ്രത്യേകിച്ച് ചൊവ്വയുടേതായ ഒരു ഭാവം അക്രമ സ്വഭാവത്തിലേക്കും വരുന്നു. അതുകൊണ്ട് തന്നെ നാഡീഞരമ്പുകളെ ബാധിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെയും വളരെയധികം ഗുണകരമായ ഒരു ഇതാണ്. കാരണം വെച്ചാൽ നേരത്തെയുള്ള പാഠങ്ങൾ, അതായത് തോൽവി ഒക്കെ മനസ്സിൽ വച്ചിട്ട് മുന്നേറ്റത്തിനായിട്ട് പരിശ്രമിച്ചാൽ മാത്രമാണ് നിങ്ങൾക്കൊരു വിജയം പ്രാപ്തമാക്കാനായിട്ട് കഴിയുക. പൊതുവിൽ ഒരു നല്ല ഫലം തന്നെയാണ് 22-നും 28-നും ഇടയ്ക്ക് വന്നിട്ടുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് പോകേണ്ടത് നിങ്ങളുടേതായ ഉത്തരവാദിത്തമായിട്ട് തന്നെ കണക്കാക്കി മുന്നിലേക്ക് പോകണം. എങ്കിലായിരിക്കും ഇവിടെ നല്ല ഫലം പ്രദാനം ചെയ്യാനായിട്ട് കഴിയുക. ശുഭകരമായ ഒരു കാലഘട്ടം തന്നെയാണ്. ആസ്വദിക്കണമെങ്കിൽ അവനവൻ തന്നെ വിചാരിക്കണം. എല്ലാവർക്കും മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, അവനവൻ ചെയ്തു വെച്ച കർമ്മത്തിൻ്റെതായ ഫലം അനുഭവിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ഈ രാശി പ്രവചനങ്ങൾ എന്ന് പറയുന്നത് രാശിഘട്ടങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതവസ്ഥയിൽ നിൽക്കുന്നോ അതിൻ്റെതായ ഒരു പ്രവചനം മാത്രമാണ്, വ്യക്തിപരമായ പ്രവചനമല്ല. അവനവൻ്റെതായ ചിന്താഗതികളിൽ മാറ്റം വരുത്തുമ്പോൾ ശരിയായ മാറ്റവും
ശരിയായ വിജയവും ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുമെന്നല്ലാതെ രാശി പ്രവചനങ്ങൾ ഒരിക്കലും തന്നെ ഒരു 100% പ്രാപ്തം 100% പ്രാപ്തമായ ഒരു കാര്യമല്ല. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു തിയറി ആയിട്ട് നിങ്ങൾക്കത് കിട്ടും എന്നല്ലാതെ വലിയ രീതിക്ക് ചിന്തിച്ച് മാറ്റണം എന്ന് ഉണ്ടെങ്കിൽ അവനവൻ തന്നെ വിചാരിക്കേണ്ടതായിട്ടുണ്ട്.